മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായൊരു വീട് ആരാണത് ആഗ്രഹിക്കാത്തത് അല്ലേ? ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിനി വിജയമ്മയുടെ ഏക ആഗ്രഹമാണിത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് അനുവദിച്ചു. എങ്കിലും ത്രിതല പഞ്ചായത്ത് നൽകേണ്ട ഗഡുക്കൾ മുടങ്ങിയതോടെ ഈ വയോധികയുടെ സ്വപ്നം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും വിജയമ്മയ്ക്ക് സ്വന്തമായി ഒരു വീടുണ്ടാക്കാനായില്ല. ആയുസിന്റെ ഒടുവിലെങ്കിലും സ്വന്തം മേൽക്കോയ്ക്ക് കീഴിൽ അന്തിയുറങ്ങണമെന്ന മോഹവുമായാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയത്. ത്രിതല പഞ്ചായത്തുകളുടെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം ഉൾപ്പെടെ 4 ലക്ഷം രൂപ വീടിനായി അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ 3 ഗഡുക്കളായി ലഭിച്ചത് 1,98,000 രൂപ മാത്രം. ഈ തുക കൊണ്ട് തറയും ഭിത്തിയും പൂർത്തിയാക്കി. പിന്നീട് ഫണ്ട് നിലച്ചതോടെ വീടിന്റെ പണിയും മുടങ്ങി. ഒടുവിൽ മഴയിൽ നിന്ന് വീട് സംരക്ഷിക്കാൻ കടം വാങ്ങിയാണ് മേൽക്കൂര വാർത്തത്. അർഹതപ്പെട്ട പണത്തിനായി കഴിഞ്ഞ 1 വർഷമായി ഈ വയോധിക സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഉടൻ കിട്ടുമെന്ന സ്ഥിരം പല്ലവി മാത്രമാണ് അധികാരികളിൽ നിന്ന് വിജയമ്മയ്ക്ക് ലഭിച്ചത്. മാർച്ച് വൃശ്ചികത്തിലാണ് ഞാൻ ഇവിടുന്ന് പോണത്. വീട് പണിത ശേഷമാണ് പച്ചടിക്ക് പോയത്. അത് അന്നേരത്തേക്ക് ഈ വീട് ഇങ്ങനെ കടം വാങ്ങിച്ച് വാർക്ക കഴിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഓടി ഓടി ഇങ്ങനെ നടക്കുന്നേക്കാളും പ്രായം ഒത്തിരിയായില്ല. അന്നേരം 2 കതവ് ഇട്ടിട്ട്, കതവ് ഇട്ടില്ലെങ്കിൽ സാരിയെങ്കിലും ഞാൻ വലിച്ചു കെട്ടിക്കോളാമെന്നാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ബാത്റൂമും വേണം എനിക്ക്. വെട്ടമില്ലെങ്കിൽ ഞാൻ മെഴുകുതിരിയെങ്കിലും കത്തിച്ച് വെച്ചോളാം, അടുപ്പില്ലെങ്കിലും ഞാൻ മുറ്റത്തെങ്കിലും വേവിച്ചോളാം, അല്ലെങ്കിൽ ഓരോ വന്നെങ്കിലും വാങ്ങിച്ച് വെച്ച് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് ഞാൻ വാർക്കയ്ക്ക് ദൈവം പ്രവർത്തിച്ച് കടം വാങ്ങിച്ച് ചെയ്തത്. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഭരണപരമായ റിവിഷനുകൾ കാരണമാണ് ഫണ്ട് വൈകുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ വിജയമ്മയുടെ ദുരിതം ഒറ്റപ്പെട്ടതല്ല. ബ്ലോക്ക് പഞ്ചായത്ത് വഴി PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർധനർക്ക് അനുവദിച്ച നിരവധി വീടുകളാണ് ഫണ്ടില്ലാതെ ഇടുക്കി ജില്ലയിൽ മുടങ്ങിക്കിടക്കുന്നത്. ജനം, ഇടുക്കി.